ഇടുക്കി കട്ടപ്പനയിൽ അമ്മയെ ക്രൂരമായി മർദ്ദിച്ച മകനെ പോലീസ് അറസ്റ്റ് ചെയ്തു. കട്ടപ്പന കുന്തളംപാറ സ്വദേശി കമലമ്മയെയാണ് മകൻ പ്രസാദ് കോടാലി ഉപയോഗിച്ച് ക്രൂരമായി മർദ്ദിച്ചത്. ഗുരുതരമായി പരിക്കേറ്റ കമലമ്മയെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കട്ടപ്പന കുന്തളംപാറ കൊല്ലപ്പള്ളിയിൽ കമലമ്മയ്ക്കാണ് മകന്റെ ക്രൂരമായ മർദ്ദനമേറ്റത്. രാവിലെ മകൻ പ്രസാദും മരുമകളും ചേർന്ന് കമലമ്മയെ മർദ്ദിക്കുകയായിരുന്നു. കോടാലി ഉപയോഗിച്ച് കമലമ്മയുടെ കാലും കൈയും തല്ലിയൊടിച്ചു. 2 വർഷത്തോളമായി ഇവർ തമ്മിൽ കുടുംബവഴക്ക് നിലനിന്നിരുന്നു. വീടിന്റെ അവകാശത്തെ ചൊല്ലിയുള്ള തർക്കം കോടതിയിലാണ്. വീടിനോട് ചേർന്ന് താൽക്കാലികമായി മുറി പണിത് ഇവിടെയാണ് കമലമ്മ താമസിക്കുന്നത്. അടുത്തുള്ള പശുത്തൊഴുത്തിലാണ് അച്ഛൻ അന്തിയുറങ്ങുന്നത്. കമലമ്മയുടെ മുറിയിലേക്ക് എത്താനുള്ള വഴിയിൽ മകനും മരുമകളും കോഴിക്കോട് വെച്ചതുമായി ബന്ധപ്പെട്ട തർക്കമാണ് മർദ്ദനത്തിൽ കലാശിച്ചത്. അതിന് പകരം വേറെ വീട് വെച്ച് കൊടുത്തു. മുറി അവിടെ 2-3 മുറി ഉണ്ടാക്കി. അത് കഴിഞ്ഞപ്പോൾ ഈ ഇതിലായിരുന്നു വഴി കരത്തോട്ട് കയറി പോകുന്നത്. ഈ വഴിയിൽ ഈ കോഴിക്കോട് അടുത്ത് വെച്ചു. അവൻ തന്നെ ഇതെല്ലാം തല്ലിപ്പൊളിച്ചത്. ഇതിനു മുൻപും മകൻ തന്നെ മർദ്ദിക്കുന്നതായി കമലമ്മ പോലീസിലുൾപ്പെടെ പരാതി നൽകിയിരുന്നു. എന്നാൽ കോടതിയുടെ പരിഗണനയിലുള്ള വിഷയമായതിനാൽ ഇതിന് പരിഹാരമുണ്ടായിരുന്നില്ല. 2 പേരും അടിച്ചു. 2 പേരും ഇഷ്ടം പോലെ കൊടുത്തു. നേരത്തെ ഇവള് വന്നതിന്റെ അന്ന് തള്ളക്കിട്ട് അടിച്ചിട്ട് സഹകരണാശുപത്രി പോയി 3 ദിവസം അമ്മ കിടന്ന് അവിടെ റെക്കോർഡുണ്ട്. 3 ദിവസം മേലെല്ലാം അടിച്ച് ചതച്ച് തൊഴിച്ച് പുറത്തിനിട്ടൊക്കെ തൊഴിക്കുകയൊക്കെ ചെയ്തു. പക്ഷേ ഈ അമ്മയ്ക്ക് സത്യം പറഞ്ഞ ഒരിടത്തുനിന്നും ഒരു നീതി കിട്ടുന്നില്ല എന്നുള്ള ഏറ്റവും വലിയ കാര്യം. ശരിക്കും പറഞ്ഞാൽ സീനിയർ സിറ്റിസൺ അല്ല. സീനിയർ സിറ്റിസന് ഭയങ്കര നിയമമായിട്ട് ചെയ്യാവുന്നതാണ്. പക്ഷേ കോടതിയിൽ പോകുന്നു, കോടതിയിൽ നിന്ന് പോരും, പോലീസ് സ്റ്റേഷൻ ചെന്ന് പരാതി കൊടുക്കും, പോലീസ് വരും, ഇവനോട് 2 വർത്താനമൊക്കെ പറയും, അവൻ ഇങ്ങോട്ട് ഇറങ്ങി വരും, പിന്നെ ഇവിടെ അടിയാം. കൈക്കും കാലിനും ഗുരുതരമായി പരിക്കേറ്റ കമലമ്മയെ കട്ടപ്പന താലൂക്ക് ആശുപത്രിയിൽ പ്രാഥമിക ചികിത്സ നൽകിയ ശേഷം കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. പ്രസാദിനെതിരെ കട്ടപ്പന പോലീസ് വധശ്രമത്തിന് കേസെടുത്തു. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.